സർക്കാരിന്റെ പ്രിയദർശിനി സൗജന്യ ബസ് യാത്ര വെറും ഫ്രീ ടിക്കറ്റ് അല്ല, 20 വർഷം കൊണ്ട് 10 ലക്ഷം രൂപ വരെ സമ്പാദിക്കാൻ കഴിയുന്ന സർക്കാർ പദ്ധതി കൂടിയാണ് ഇത്. എങ്ങനെയെന്നല്ലേ നോക്കാം. സ്ത്രീകൾക്കായി സൗജന്യ ബസ് യാത്ര അനുവദിച്ചുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇപ്പോൾ കേരളവും ഇടം നേടിയിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ പ്രഖ്യാപനം വന്നതു മുതൽ പല രീതിയിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളുമാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നത്. ചിലർ ഇത് ജനപ്രീതി ലക്ഷ്യമിട്ടുള്ള സൗജന്യ പദ്ധതി മാത്രമാണെന്ന് പറയുന്നു. മറ്റു ചിലർ ഇത് സർക്കാരിന്റെ അധിക സാമ്പത്തിക ബാധ്യതയാണെന്നും വിമർശിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ഈ പദ്ധതിയെ മറ്റൊരു രീതിയിൽ കണ്ടു നോക്കാം. സൗജന്യ ബസ് യാത്രയുടെ ലക്ഷ്യം സ്ത്രീകൾക്ക് ഒരു ടിക്കറ്റ് ലാഭിച്ചു നൽകുക മാത്രമല്ല, അതിനേക്കാൾ വലിയ ലക്ഷ്യം സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കുക, കൂടുതൽ സ്ത്രീകളെ തൊഴിൽ മേഖലയിലേക്ക് കൊണ്ടുവരിക, അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുക, ഒടുവിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടുതൽ സംഭാവന നൽകാൻ അവരെ പ്രാപ്തരാക്കുക എന്നതാണ്. അങ്ങനെയാകുമ്പോൾ ഇത് വെറും ക്ഷേമ പദ്ധതി മാത്രമല്ല, ഒരു സാമ്പത്തിക നിക്ഷേപം കൂടിയാണ്. ഇന്ത്യ 2047ഓടെ വികസിത രാഷ്ട്രമാകണമെങ്കിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായ കാര്യങ്ങളിലൊന്ന് സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്നതാണ്. ഇന്ന് രാജ്യത്തെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ വീടുകളിൽ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും അവർ ചെയ്യുന്ന ജോലിക്ക് സാമ്പത്തിക പ്രതിഫലം ലഭിക്കുന്നില്ല. ദ വീക്ക് മാഗസിൻ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ സാമ്പത്തിക വിദഗ്ധനായ ബാലചന്ദ്ര വിശ്വറാം പറഞ്ഞതുപോലെ ഇന്ത്യയിലെ 92% സ്ത്രീകളും വരുമാനമില്ലാത്ത വീട്ടുജോലികളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. രാവിലെ മുതൽ രാത്രി വരെ അവർ കുടുംബത്തിനായി കഷ്ടപ്പെടുന്നു, ഭക്ഷണം തയ്യാറാക്കുന്നു, കുട്ടികളെ നോക്കുന്നു, പ്രായമായവരെ പരിചരിക്കുന്നു, വീടിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നു. എന്നാൽ മാസാവസാനം അവരുടെ കയ്യിൽ സ്വന്തമായി വരുമാനമൊന്നും എത്തുന്നില്ല. അതാണ് ഈ 92% സ്ത്രീകളും അനുഭവിക്കുന്നത്. ഇന്ത്യയിലെ നിക്ഷേപകരെ സംബന്ധിച്ച കണക്കുകൾ പരിശോധിച്ചാൽ 4-ൽ 1 മാത്രമാണ് സ്ത്രീ നിക്ഷേപക. അതായത് രാജ്യത്ത് സജീവമായി നിക്ഷേപം നടത്തുന്ന സ്ത്രീകളുടെ എണ്ണം ഏകദേശം 2.5 മുതൽ 3 കോടി വരെ മാത്രമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണവും വളരെ ലളിതമാണ്. പല സ്ത്രീകൾക്കും സ്വന്തമായി കൈകാര്യം ചെയ്യാൻ മതിയായ പണം ലഭിക്കുന്നില്ല. ലഭിക്കുന്ന വരുമാനത്തിന്റെ വലിയൊരു പങ്ക് കുടുംബ ചെലവുകൾക്കായി മാറ്റിവെക്കുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസം, പലചരക്ക് സാധനങ്ങൾ, ചികിത്സ, വീട്ടുചെലവുകൾ ഇതെല്ലാം കഴിഞ്ഞാൽ സ്വന്തം ഭാവിക്കായി മാറ്റിവെക്കാൻ പലർക്കും ഒന്നും ബാക്കിയുണ്ടാവില്ല. ഇവിടെയാണ് സൗജന്യ ബസ് യാത്രയുടെ യഥാർത്ഥ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥയായ സ്ത്രീ ദിവസേന ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ മാസത്തിൽ ശരാശരി 1000 രൂപ മുതൽ 4000 രൂപ വരെ യാത്രയ്ക്കായി ചിലവാകാം. ഇന്ധനവില ഉയരുന്നതിനനുസരിച്ച് ബസ് നിരക്കുകളും വർദ്ധിക്കും. അതിനാൽ വരും വർഷങ്ങളിൽ ഈ ചെലവ് ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സർക്കാർ ഈ യാത്ര സൗജന്യമാക്കുമ്പോൾ സംഭവിക്കുന്നത് ആ യാത്രാ ചെലവ് സ്ത്രീയുടെ കയ്യിൽ തന്നെ അവശേഷിക്കുന്നു എന്നതാണ്. ആ പണം വെറുതെ ചെലവഴിക്കാതെ എല്ലാ മാസവും നിക്ഷേപിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ സമ്പാദ്യമായി മാറും. ഉദാഹരണത്തിന്, ഒരു സ്ത്രീക്ക് പ്രതിമാസം യാത്രാ ചെലവായി ലാഭിക്കുന്നത് വെറും 1000 രൂപ മാത്രമാണെന്ന് കരുതാം. ഒരു ദിവസം ജോലിക്ക് പോകാനും തിരികെ വരാനും ശരാശരി 40 രൂപ യാത്രാ ചെലവ് വരുന്നുവെന്നും മാസത്തിൽ 25 ദിവസം ജോലി ചെയ്യുന്നതായും കരുതിയാൽ ഏകദേശം 1000 രൂപ ലാഭിക്കാം. ഇതൊരു ചെറിയ തുകയാണെന്ന് പലർക്കും തോന്നാം. പക്ഷേ കോമ്പൗണ്ടിംഗ് എന്ന സാമ്പത്തിക അത്ഭുതത്തിന്റെ ശക്തി ഉപയോഗിച്ചാൽ കാര്യങ്ങൾ മാറിമറിയും. ഈ 1000 രൂപ എല്ലാ മാസവും ഒരു മ്യൂച്വൽ ഫണ്ട് SIPയിലേക്ക് നിക്ഷേപിച്ചാൽ ശരാശരി 12% വാർഷിക വരുമാനം ലഭിക്കുന്നതായി കണക്കാക്കിയാൽ 20 വർഷം കഴിഞ്ഞാൽ ഈ നിക്ഷേപം ഏകദേശം 10 ലക്ഷം രൂപയായി വളരും. സർക്കാർ നൽകിയ ഒരു സൗജന്യ ബസ് യാത്ര കൃത്യമായ സാമ്പത്തിക അച്ചടക്കത്തോടെ ഉപയോഗിച്ചാൽ ഒരു കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ സമ്പത്ത് സൃഷ്ടിക്കാൻ സഹായിക്കും. ഇതാണ് കോമ്പൗണ്ടിംഗ്, പണം നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ തുടങ്ങുന്ന അവസ്ഥ. എന്നാൽ എല്ലാവർക്കും ഓഹരി വിപണിയിലോ മ്യൂച്വൽ ഫണ്ടിലോ നിക്ഷേപിക്കാൻ താല്പര്യമുണ്ടാകണമെന്നില്ല. അത്തരക്കാർക്ക് സുരക്ഷിതമായ മറ്റു മാർഗങ്ങൾ തേടാം. പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് അഥവാ RD പോലുള്ളവ. നിലവിൽ പലിശ നിരക്കിൽ പ്രതിമാസം 1000 രൂപ വീതം നിക്ഷേപിക്കുകയും കാലാവധി പൂർത്തിയാകുമ്പോൾ പുതുക്കി കൊണ്ടുപോവുകയും ചെയ്താൽ 20 വർഷത്തിനുള്ളിൽ ഏകദേശം 5 ലക്ഷം രൂപ വരെ സുരക്ഷിതമായി സമ്പാദിക്കാനാകും. തുക മ്യൂച്വൽ ഫണ്ടിനേക്കാൾ കുറവാണെങ്കിലും സുരക്ഷ ഇവിടെ കൂടുതലായിരിക്കും. അതിനാൽ നിക്ഷേപം തിരഞ്ഞെടുക്കുന്നത് ഓരോരുത്തരുടെയും റിസ്ക് എടുക്കാനുള്ള താല്പര്യത്തെ ആശ്രയിച്ചും ഇരിക്കും.
എന്നാൽ ഇവിടെ പ്രധാനമായും ഉയരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമുണ്ട്. സൗജന്യ ബസ് യാത്രയിലൂടെ ലാഭിക്കുന്ന പണം നമുക്ക് ശരിക്കും ലാഭമായി മാറുന്നുണ്ടോ, അല്ലെങ്കിൽ അതറിയാതെ മറ്റെന്തെങ്കിലും ചെറിയ ചെലവുകൾക്കായി തീർന്നു പോകുന്നുണ്ടോ എന്ന്. പലപ്പോഴും ഇത്തരത്തിലുള്ള ചെറിയ ലാഭങ്ങൾ നമുക്ക് തിരിച്ചറിയാനാകാറില്ല എന്നതൊരു വാസ്തവമാണ്. പക്ഷേ അതേ തുക മാസം തോറും നിക്ഷേപിച്ചാൽ വർഷങ്ങൾക്ക് ശേഷം അത് വലിയൊരു സമ്പാദ്യമായി മാറാം. ഇത് സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പായിരിക്കും. ഒരു സ്ത്രീ സാമ്പത്തികമായി സ്വതന്ത്രയാകുമ്പോൾ അതിൻ്റെ ഗുണം അവർക്ക് മാത്രമല്ല ലഭിക്കുന്നത്, കുടുംബത്തിനും കുട്ടികൾക്കും സമൂഹത്തിനും രാജ്യത്തിനും അതിൻ്റെ നേട്ടം ലഭിക്കും. ലോകമെമ്പാടുമുള്ള പഠനങ്ങൾ പറയുന്നത് സ്ത്രീകളുടെ കയ്യിലെത്തുന്ന വരുമാനം കൂടുതൽ ഉത്തരവാദിത്വത്തോടെ കുടുംബത്തിൻ്റെ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും ഭാവി സുരക്ഷയ്ക്കുമാണ് ചെലവാക്കുന്നത് എന്നാണ്. അതിനാൽ സ്ത്രീകളുടെ വരുമാനവും നിക്ഷേപവും വർദ്ധിപ്പിക്കുന്നത് രാജ്യത്തിൻ്റെ ദീർഘകാല വികസനത്തിന് അത്യന്താപേക്ഷിതവുമാണ്. ആദ്യ മാസം തന്നെ വലിയ തുക നിക്ഷേപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചെറിയ തുകയായാലും നിക്ഷേപം തുടങ്ങാം. പ്രധാന കാര്യം നിക്ഷേപം തുടങ്ങുക എന്നതാണ്. പിന്നീട് ശമ്പളം വർദ്ധിക്കുമ്പോൾ, പ്രമോഷൻ ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ വരുമാനം കൂടുമ്പോൾ പ്രതിമാസം നിക്ഷേപവും ക്രമേണ വർദ്ധിപ്പിക്കാം. ഇതാണ് ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കുന്ന ഏറ്റവും ലളിതമായ മാർഗം. അതിനാൽ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സൗജന്യ സ്ത്രീ ബസ് യാത്രയെ വെറും സൗജന്യ ടിക്കറ്റായി മാത്രം കാണാതെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു അവസരമായി കാണാൻ കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ ഗുണം ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ലഭിക്കും.